നമസ്കാരം, എൻ്റെ പേര് കവിത. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം എൻ്റെ കാൽമുട്ടിൽ ലിഗമെൻറ്റ് ടയർ, മെനിസ്കസ് ടയർ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്റ്റെപ്പ് കയറാനോ നിലത്തിരിക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും പെയിൻഫുള്ളായിരുന്നു കാൽമുട്ട്. അങ്ങനെ അലോപ്പതി ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പോൾ അവരെനിക്ക് സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. സർജറി ചെയ്യാനുള്ള പേടി കൊണ്ടും അതിൻ്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് തീരുമാനിച്ചത്. അങ്ങനെയാണ് വേദാപുരി ആയുർവേദ ഹോസ്പിറ്റലിൽ തൃപ്പൂണിത്തറയുള്ളത് ഡോക്ടർ നന്ദിനി മാഡത്തിനെ കൺസൾട്ട് ചെയ്യുന്നത്. മാഡം എൻ്റെ MRI റിപ്പോർട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇത് പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം, ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് മാഡം എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആണ് എന്നായിരുന്നു എൻ്റെ ധാരണ. അപ്പോൾ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല. എന്നാലും 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി അഡ്മിഷൻ എടുത്തു. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്, എൻ്റെ കൂടെ ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നില്ല. മാഡം പറഞ്ഞു, ബൈസ്റ്റാൻഡറിൻ്റെ ആവശ്യമില്ല, ഒരു പേടിയും പേടിക്കേണ്ട, ഞങ്ങളെല്ലാവരും അവിടെ കൂടേണ്ടതെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്റ്റെപ്പുകൾ ഈസി ആയിട്ട് കയറാം, കാൽമുട്ട് നന്നായി മടക്കാം, നിലത്തിരിക്കാം, യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ മാഡത്തിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടോ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ എക്സസൈസുകൾ, അത് റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് 100% ആണ്. ഇത് എൻ്റെ മാത്രമല്ല, അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയ ഒരുപാട് പേഷ്യൻസിൻ്റെയും അനുഭവം ഇത് തന്നെയാണ്. ഇത് ജെന്യുവൻ ഒപ്പീനിയൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. താങ്ക് യു.